നിങ്ങളും കേട്ടിട്ടില്ലേ വെയിലും മഴയും ഒരുമിച്ച് വന്ന കുറുക്കൻ്റെ കല്യാണമാണെന്ന്? അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം വെട്ടം കണ്ടത് ഞാനും നമ്മുടെ ബിതുക്കുട്ടിയും റെഡിയായി പെട്ടെന്ന് വെളിയിറങ്ങിയതാ അടുത്ത മഴ. സാരല്ല, 10 മിനിറ്റ് വെയിറ്റിംഗ്, ഇതാ വെയിലെത്തി. സംഭവം കൊള്ളാല്ലേ? അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. കണ്ണമ്പേന്ന് നടയറോട്ട് പോകുമ്പോൾ ദാ പ്രകൃതി നമ്മൾ അറിയാതെ ആസ്വദിച്ചു പോണ ഒരു സ്ഥലമുണ്ട്. എന്തായാലും ഞാനതങ്ങ് വീഡിയോ എടുത്ത് ഞങ്ങളുടെ സ്ഥലം നിങ്ങളും കണ്ടെന്ന് ആസ്വദിക്കുന്നേ. യാത്രകളും മിതുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇന്നത്തെ യാത്രയ്ക്കുള്ള ഇഷ്ടം ഇരട്ടിയാണ്. കാരണം മിതുക്കുട്ടിയുടെ പല്ലിൻ്റെ മുത്തിൻ്റെ കമ്പി മാറ്റിയിട്ട് ഇന്ന് ഒറ്റക്കമ്പി ഇടുന്ന ദിവസമാണ്. അതിനായിട്ട് വരാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ മിതുക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഒറ്റക്കമ്പിയിട്ട് ഇറങ്ങി ഉടനെ നമ്മുടെ മിതുക്കുട്ടി പറഞ്ഞ എന്താണെന്നോ, അമ്മ ഇനി എനിക്ക് എത്ര കട്ടിയുള്ളതും കടിച്ച് മുറിച്ച് ചവച്ച് തിന്നാലോന്ന്. ഇറച്ചി കിട്ടുമ്പോൾ അതിൻ്റെ എല്ല് ചവച്ചൂറാൻ പറ്റാത്തതിൻ്റെ വിഷമം വേറെയും ഉണ്ടേ കൊച്ചിനെ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വെഡ്ഡിങ് പാലസിലോട്ട് കയറി. 2 മാസം മുമ്പ് പോയപ്പോൾ ഇവിടെ ശരിക്കും ഓഫർ ഉണ്ടായിരുന്നേ. അങ്ങനെയാണ് ഇന്നും ഓഫർ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് കയറിയത്. പക്ഷെ വെറുതെ ആയിപ്പോയി കയറിയത്. ഒരു ഓഫറും ഇല്ലായിരുന്നു. എന്നാലും സാരല്ല, തൊട്ടപ്പുറത്ത് കയറി അതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ ഒത്തിരി വെള്ളം മേടിച്ച് കുടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വരുന്ന വഴി ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്ന്. കൊള്ളാം, നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. നമ്മുടെ മിതുക്കുട്ടി ആസ്വദിച്ച് കഴിച്ച്. കമ്പിയിട്ടതിൻ്റെ പാട് കുറച്ച് നാൾ നമ്മുടെ കൊച്ച് അനുഭവിച്ചതാണേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ കമ്പിയൊക്കെ മാറ്റിയപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് എല്ലാം അങ്ങ് കഴിക്കാൻ തന്നെ കൊച്ച് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് കിഴങ്ങ് കണ്ടപ്പോൾ എന്തായാലും നാടൻ കിഴങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ച് ഞാൻ അതും മേടിച്ച്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ വൈകുന്നേരം അതെനിക്ക് നന്നായിട്ട് കടുവറുത്ത് നല്ല സൂപ്പറായിട്ട് വേവിച്ച് തരണമെന്ന്. ഇന്നത്തെ ദിവസം തിന്ന് ആഘോഷിക്കണമെന്നാണ് നമ്മുടെ മിതുക്കുട്ടി പറയണത്. പൊരിങ്ങി മിതുക്കുട്ടിക്ക് ഇന്ന് പോകണ്ട, സെക്കൻഡ് സാറ്റർഡേ ആണ്, ലീവാണ്. കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മുടെ അതങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. പിന്നെ പോരെങ്കിൽ തിരിച്ചു വരുന്ന വഴി മിതുക്കുട്ടി ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് അവൾക്കൊരു പതിവുള്ളതാണ്. എന്തായാലും പല്ല് മുടുക്കാൻ പോകുമ്പോഴും അത് കെട്ടാൻ പോകുമ്പോഴും എല്ലാം അവൾക്കൊരു പറ്റ് പറയും, അമ്മ പല്ല് വേദന എടുക്കുന്നതാണ്, ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ അതും അങ്ങ് അവൾ സാധിച്ചു. വന്ന ഉടനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നിറച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ. അവളെ മാത്രം കുറ്റം പറയണ്ട, എൻ്റെ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും മിതുക്കുട്ടി വീണ്ടും ഓർമ്മിപ്പിച്ച്, അമ്മ കിഴങ്ങ് അവിടെ ഇരിപ്പുണ്ട്, നേരത്തെ അവിക്കണം, നല്ല മഴയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെ അല്ലേ എന്ന് ഞാൻ ആലോചിച്ച്. അപ്പോൾ വൈകുന്നേരം ആയ ഉടനെ തന്നെ കിഴങ്ങെല്ലാം വെട്ടി വൃത്തിയാക്കി അങ്ങ് ഗ്യാസിലോട്ട് വെച്ച് വേവെന്ന് പറഞ്ഞെങ്കിലും വേവില്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം പലപ്പോഴും ദൂരെയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിഴങ്ങ് മേടിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ അത് വേവത്തിലട്ടാ. ഇതെന്തായാലും നല്ല പഞ്ഞി പോലെ വെന്ത് അതിൽ കുറേ കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുവറുത്തും കൂടി ഒഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം മിതുക്കുട്ടി അറിഞ്ഞ് അതിൻ്റെ കൂടെ നല്ല വെള്ളച്ചമ്മന്തി വേണം, ഒരുപാട് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട്. അങ്ങനെ വെള്ളച്ചമ്മന്തിയും കൂടി അരച്ച് മിതുക്കുട്ടിക്ക് കിഴങ്ങും വെള്ളച്ചമ്മന്തിയും കൂടി കൊടുത്ത്. നമ്മുടെ വീട്ടിൽ കിഴങ്ങ് മേടിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ ഏതൊരു വീട്ടിൽ ഒരാളെങ്കിലും ഷുഗർ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കുറേ നാൾ കൂടിയാണ് മേടിച്ചത്. കുറച്ചെടുത്ത് ഞാൻ വെച്ച് കുറച്ച് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. മിതുക്കുട്ടിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി.